ഇത്രയും നേരം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ 2 വരിയുള്ള ഒരു ആയത്ത് ആരെങ്കിലും ഓതിയാൽ ഉറങ്ങുന്നത് മുതൽ ഉണരുന്നത് വരെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാത്രി കിടക്കണ സമയത്ത് ഈ 2 വരി ഓതിയാൽ നീ ഉണരുന്നത് വരെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞപ്പോ വല്ലതും തന്ന ഒന്നുമില്ല, വേണ്ട, വിട്ടേരെ, വേണ്ട, ഇനി പൈസ ഒന്നും വേണ്ട. സദക്ക കൊടുക്കണമെങ്കിൽ അതിന് സദക്ക കൊടുക്കണമെങ്കിൽ എഴുതുക, പ്രമാണമല്ലേ, വേടിക്ക്. ഇട്ട് നോക്ക് മനുഷ്യന്മാരെ, ബക്കറ്റ് മുന്നിൽ വരുമ്പോ 1 രൂപ എടുത്ത് നീ ഇടാൻ പോകുമ്പോ 70 ശൈത്താന്മാര് കൈ പിടിച്ചിട്ട് പറയും, പൈസ കൊടുക്കല്ലേ, അല്ലോ സ്വർഗമല്ല വലുത്, സ്വർണവും പൈസയൊക്കെ കൊടുക്കല്ലേ. 70 എണ്ണത്തിനെ കൊന്നാലേ 1 രൂപ സദക്ക ചെയ്യാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 22 കഴിഞ്ഞതല്ലേ ഉള്ളൂ, 33 കഴിയട്ടെ. 1 രൂപ സദക്ക ചെയ്യുമ്പോ 70 ശൈത്താന്മാര് കൈ പിടിച്ചിട്ട് പറയും, കൊടുക്കല്ലേ, കുറഞ്ഞു പോകുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാർ. 313 രൂപയിൽ ബാക്കി 12 എണ്ണത്തിന് എത്ര കൊല്ലണം കണക്കൂട്ടി നോക്കുക. ശൈത്താന്മാരെയൊക്കെ ചവിട്ടി ഞെരിച്ചിട്ട് 33 പേര് കൊടുത്ത് അവിടെ 22 ആയതേ ഉള്ളൂ. സീരിയൽ കാണുന്ന പൈസ അടി നല്ലത്, സ്വർഗമൊന്നും അല്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകും. 2 ചാൻസാണ്. 50 വർഷത്തെ പാപം പൊറുക്കുന്ന ഒരു സൂറത്ത്. ഇന്ന് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന 2 വരിയുള്ള ആയത്ത്. ഏത് വേണം മനുഷ്യന്മാര്? ഇന്ന് രാത്രി മുതൽ സുബഹി വരെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന 2 വരിയുള്ള ആയത്ത്. 50 കൊല്ലത്തെ പാവം പൊറുക്കണ, സ്വർഗം നിർബന്ധമായിട്ടും കിട്ടണ സൂറത്ത്. ഏത് വേണം? 2 കൂടെ താങ്ങൂല, ഏതെങ്കിലും വരണം. 6-ാം തീയതി വരണം. ഏത് വേണം? തീരുമാനിക്കും മനുഷ്യന്മാര്. ഇങ്ങനെ കേൾക്കാൻ എല്ലാവർക്കും ഉഷാറാ, പക്ഷെ ജീവിതത്തിൽ ചെയ്യാൻ. ഇപ്പൊ ഒരെണ്ണം ഇന്ന് പഠിക്കും, ഒരെണ്ണം പിന്നെ ഇൻഷാ അല്ലാഹ്. ഏത് വേണം? 50 കൊല്ലത്തെ പാവം പൊറുക്കണ സൂറത്ത് ഇന്ന് പഠിക്കാം. രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന സൂറത്ത് നമുക്ക് പിന്നെ പഠിക്കാം. അല്ലാഹു ഈമാൻ നൽകട്ടെ. അല്ലാഹു ഈമാൻ നൽകട്ടെ. ചിരിക്കും മനുഷ്യന്മാരെ, പൈസ ചോദിച്ചതിന്റെ പണക്കൊക്കെ മാറ്റി. അതൊന്നും കൊണ്ട് അല്ലേ എല്ലാരും നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, 2 നിലയുള്ള ഒരു വീടിന്റെ മുന്നിൽ പോയിട്ട് ഒരു യത്തീമായ കൊച്ചിനെ കെട്ടിക്കാനോ വല്ലതും തരാൻ പറഞ്ഞാല് ഒരു 100 രൂപയുടെ നോട്ട് കൊണ്ടുവന്നിട്ട് പറയും ഒന്നുമില്ലാന്ന്. അവന്റെ വീടിന്റെ അലമാരിക്കകത്ത് ലക്ഷങ്ങൾ ഇരിപ്പുണ്ട്. ലക്ഷങ്ങൾ വീടിനകത്ത് വെച്ചിട്ട് വെളിയിൽ വന്ന് 100 രൂപ തന്നിട്ട് പറയും ഒന്നുമില്ല. അങ്ങനെ അവൻ 10 പ്രാവശ്യം പറഞ്ഞു, അതങ്ങ് അറം പറ്റി. ഇപ്പൊ അവന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ബാങ്കിൽ കിടക്കാം. എന്തിനാ അയാളെ കുറ്റം പറഞ്ഞു? ശരിയല്ലേ? നമ്മൾ പറഞ്ഞാക്കിയതാ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം എനിക്ക് വലിയ ഗ്ലാമർ ആണെന്ന് പറയരുത്, ചിലപ്പോ ഉള്ളതും കൂടെ പോകും. കണ്ണാടി നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ നമ്മൾ പറയാറുണ്ട്. എല്ലാരും മക്കളുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ പ്രൊഫൈലായിട്ടിടും. മക്കളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ വാപ്പായും മോനും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിടല്ലേ ചങ്ങായിമാരെ. സ്വന്തം മക്കളുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടരുത്. കണ്ണേറ് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, നിന്റെ മക്കളെ കബറിലെത്തിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണേറ് മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് ഗ്ലാമർ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും. നിന്റെ മക്കളെ പള്ളിക്കുഴി എത്തിക്കും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. കണ്ണീർ വല്ലാത്തതാ. ഇസ്ലാമിലുണ്ട്, ഇല്ലയെന്നൊക്കെ. പിന്നെ മക്കളുടെ ഫോട്ടോ ഒന്നും എടുത്തിടരുത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിട്ട് കൊള്ളാം, നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും. ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് കൊള്ളാം. ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ആക്കി. അള്ളാഹു നമ്മളാ ഇനി അങ്ങോട്ട് ആക്കുന്നതിനെ തൊട്ട് കാക്കുമാറാകട്ടെ. ഇപ്പൊ ആഴ്ചയിൽ 24,000 ഉണ്ട്. അത്രയും ഇനി അതിനെക്കാട്ട് താഴെ പോയി. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നൊരു സൂറത്ത് പഠിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 50 കൊല്ലത്തെ പാവാ മനുഷ്യ. നീ ചെയ്തത് നിനക്കറിയാലോ. നിങ്ങൾ ചെയ്ത പാവം നിങ്ങൾക്കറിയാലോ. അത് മുഴുവൻ അള്ളാഹ് പുറത്തു തരണമെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സോടെ കൂടി ഓതി, ഇഖ്ലാസോടെ കൂടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടാ? ഇല്ല. ഓത്, സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ചെറുപ്പക്കാര് ചിരിക്കണ, അളിയ ഇയാള് കൊള്ളാം, നിസ്കരിക്കൊന്നും വേണ്ട, ഓതിയ പറയും. ഐസട്ടയിലെങ്ങും പെയിന്റ് അടിച്ചേക്കരുത് കേട്ടാ, ആ പണി പറ്റൂല, നിസ്കരിച്ചിട്ടാ ഓതേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമ്പോ. മൈക്ക് സെറ്റുകാരന്റെ പേരെന്താപ്പാ? ഷാനവാസ. ഒരു 313 രൂപ കൊടുത്തേക്കണം കേട്ടോ. നിനക്ക് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെടുന്നത്. അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ എത്ര പേര് തന്നല്ലേ? 10-30 മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ സ്വീകരിക്കൂലേ? ദുആ സ്വീകരിക്കൂലേ? ഇതെന്താപ്പാ നിയമസഭയാ? ദുആ സ്വീകരിക്കൂലേ? എനിക്ക് ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? സംശയമുള്ള കാര്യത്തിൽ. അപ്പൊ നിനക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് സംശയമാണ് അല്ലേ? സംശയമുള്ള കാര്യത്തിനാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ്, അതിനർത്ഥം നിനക്ക് അല്ലാഹനെ വിശ്വാസമില്ല. അങ്ങനെ പറയാൻ പാടില്ലെന്നാ. അങ്ങനെ പറയാൻ പാടില്ല. ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് പറയരുത്. വേറെ എന്തിനു പറഞ്ഞാലും അതിൽ പറയരുത്. അതിനർത്ഥം നിനക്ക് സംശയമുണ്ടെന്നാ. അള്ളാഹു നമ്മുടെ സംശയം മാറ്റി തരുമാറാകട്ടെ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് അവസാനം ദുആ ചെയ്യുമ്പോ ഈ സംശയമാണെങ്കിൽ ഒരുത്തനറിയാം ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല എന്ന്. പിന്നെ ഓൻ ദുആ ചെയ്താൽ സ്വീകരിക്കൂ? ഒരാൾക്കറിയാം ഞാൻ ചെയ്താൽ സ്വീകരിക്കത്തില്ല, അള്ളാഹു സ്വീകരിക്കൂ? ഇല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ നിൽക്കണ ചിലത് നമ്മൾ എന്ത് ചെയ്യണം? ഇറക്കി വിട്ടിട്ട് ദുആ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഓനെ കൂടെ നന്നാക്കണ്ടേ? ഓനെ കൂടെ നന്നാക്കണ്ടേ? ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. ഒരു കഥ 1 മിനിറ്റ് നിന്നൂടെ? 1 മിനിറ്റ് നിന്നൂടെ? അള്ളാഹു പരലോകത്ത് നിൽക്കുന്നവരെ തൊട്ട് കാക്കട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നരകവാസികളിൽപ്പെട്ട 2 ചെറുപ്പക്കാര് നരകത്തിന്റെ മതില് ചാടി രക്ഷപ്പെട്ടു. വെളി ചാടി 2 പേര് നോക്കിയപ്പോ സ്വർഗം കണ്ടു. ഓടി സ്വർഗത്തിലേക്ക് ഓടുന്ന വഴിയിൽ മലക്കുകൾ പിടിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. 2 പേരെയും അള്ളാഹു നോക്കിയിട്ട് പറഞ്ഞു, വന്ന വഴിയെ തിരിച്ചു പോക്കോളാം, വന്ന വഴിയെ തന്നെ തിരിച്ചു പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ പോടാന്ന് പറഞ്ഞു. അവനങ്ങ് പോയി, തിരിഞ്ഞു പോലും നോക്കിയില്ല, പൂക്കളഞ്ഞൊറ്റ പോക്ക്. എന്നാൽ 2ാമത്തെ ചെറുപ്പക്കാരോ അവൻ പോയില്ല. അവൻ അള്ളാന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്, അള്ളാനെ നോക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു, പോടാ, നിന്റെ കൂട്ടുകാരൻ പോയി, ഞാൻ പോകത്തില്ല പടച്ചവൻ, ഞാൻ പോകൂല. വാശി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്, അള്ളാനെ നോക്കുക. ഇവന്റെ ഈ നോട്ടം കണ്ടിട്ട് അള്ളാഹു ചോദിച്ചു, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എന്താ ഇങ്ങനെ നോക്കണേ? ഇല്ല അല്ലാ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ ഒന്നുമല്ല കരുതിയിരുന്നേ. അള്ളാഹു ചോദിച്ചു, നീ പിന്നെ എന്നെ കുറിച്ച് എന്താ കരുതിയിരുന്നേ? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ നരകത്തിൽ നിന്ന് ചാടിയാ നീ പിടിക്കുമെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണ് വെട്ടിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലാ. എന്നിട്ടും പിന്നെ ഞാൻ ചാടി വന്നത് എന്തിനെന്നറിയോ? അള്ളാഹുവേ, എനിക്കൊരു കാര്യം അറിയാം, നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. എത്ര വലിയ പാവിയാണെങ്കിലും അള്ളാഹുവേ, നിന്റെ അടിമ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് കേറി ഞാൻ നിന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കരച്ചല് കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ടല്ല ഞാൻ വന്നത്. നീ എന്നെ തിരിച്ച് നരകത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിൽ ഒരു നല്ല പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് ആ കൊടുംപാവിക്ക് അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ കിടന്നവൻ അറിയായിരുന്നു, ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ അള്ളാഹ് എനിക്ക് സ്വർഗം തരുമെന്ന്. നിങ്ങൾ നിൽക്കണം സ്വർഗത്തില്ല. ഓന്റെ അത്ര പോലും ഈമാൻ നിങ്ങളിൽ പലർക്കും ഇല്ലാതെ പോയി. അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ദുആ ചെയ്താൽ സ്വീകരിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, സ്വീകരിക്കും അള്ളാഹ്. ഞാനൊരു ചെറുപ്പക്കാരനാ, 30 വയസ്സായിപ്പോ. മൈക്ക് കിട്ടുമ്പോ പൊട്ടം മാവിലെറിയുമ്പോ മാങ്ങ വീഴുന്ന പോലെ അള്ളാഹ് ഒരു അനുഗ്രഹം തന്നു. ഉസ്താദന്മാരുടെ ഒക്കെ ദുആ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ആരുടെയും മനസ്സ് വേദനിപ്പിക്കണം അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. നിങ്ങളെ കുറിച്ച് ആരെ എനിക്കും അറിയില്ല, എന്നെ നിങ്ങൾക്കും അറിയില്ല.
അപ്പൊ ആരെയും മനസ്സ് വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ വഴുതു പറയാറുമില്ല. ഇവിടെ ആരുടെയെങ്കിലും മനസ്സിന് ഇനി വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പൊരുത്തം ചോദിക്കുന്നു, പൊരുത്തപ്പെട്ട് തരിക. എന്നെ അള്ളാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിർത്തരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാണ്. പ്രവാചകന് പനി പിടിക്കുകയാണ്, ശരീരം വല്ലാതെ വേദനിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ച് കിടക്കുകയാ, എഴുന്നേക്കാൻ കഴിയുന്നില്ല. അള്ളാന്റെ റസൂലിന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം പിടിച്ച് കിടക്കുകയാണ്. ഒരു ദിവസം ബിലാൽ തങ്ങളെ ബാങ്ക് വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിൽ വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നമസ്കരിക്കാ സമയമായി നബിയേ, ഇഖാമത്ത് കൊടുക്കാ സമയമായി നബിയേ. സഹാബത്ത് മുഴുവനും വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാ. അല്ലാഹു റസൂല് പറയുന്നു, ബിലാലേ, അകത്തേക്ക് വിളിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ബിലാൽ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല കണ്ണ് നിറയുകയാണ്. പടച്ചവരെ, പള്ളി വീടിനകത്ത് നിന്നിറങ്ങുമ്പോഴേ ബിലാൽ കരയുകയാ. ബിലാൽ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തേ ബിലാലേ, എന്തേ ബിലാലേ? അല്ലാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വരാൻ കഴിയുന്നില്ല, പ്രവാചകൻ എഴുന്നേക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, സഹാബത്ത് മുഴുവനും പള്ളിക്കകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ, എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. യാ റസൂലല്ലാഹ്, അങ്ങ് നിസ്കരിക്കാൻ പോകില്ലെന്ന് ബിലാൽ പറഞ്ഞപ്പോ സഹാബത്ത് കരയുന്ന ശബ്ദമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, എനിക്കൽപ്പമൊന്ന് ആഫിയത്ത് തരുവോ അല്ലാഹ്, എനിക്കൊന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് തരുവോ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് ദുആ ചെയ്യുകയാ, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മറ്റൊരു സഹാബിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയുമെടുത്ത് സഹാബത്തിന്റെ തോളിൽ വെച്ചിട്ട് വീടിനകത്ത് നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങുകയാ. പ്രവാചകന്റെ കാല് രണ്ടും ഇങ്ങനെ തറയിൽ കിടന്ന് വലിയുകയാണ്. നടക്കാൻ കഴിയുന്നില്ല. കാലിങ്ങനെ തറയിൽ കിടന്ന് ഒരച്ചൊരച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിനോട് അവിടെന്ന് പറയുന്നു, സഹാബാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനമായി തന്റെ സഹാബത്തിനോട് ഒരു പ്രസംഗം നടത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനോടൊരു പ്രസംഗം നടത്തുകയാ. എന്നിട്ട് ചോദിക്കുന്നു, സഹാബാ, 23 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പൊരുത്തം ചോദിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, പ്രവാചകന് സഹാബത്തിനോട് എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. എല്ലാവരും നിറകണ്ണുകളോടെ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്തേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ളവര്, റബീഉൽ അവ്വൽ 11-ാം തീയതി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ? വൈകുന്നേര സമയമായി വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ,
എന്തേ വിളക്ക് കത്തിക്കാത്തത്, എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. കാരണം വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയാ വീടിനകത്തില്ല. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. കുറെ സമയം കഴിഞ്ഞു. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അള്ളാന്റെ റസൂല് പിന്നെയും ചോദിക്കുന്നു, ആയിഷ വിളക്ക് കത്തിക്കാത്തതെന്തേ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിലൊഴിക്കാനുള്ള എണ്ണ പോലുമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനാ പറഞ്ഞതെന്നറിയുമോ? എന്തിനാ പറഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോകുമ്പോ അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ അറിയുമോ? വയറ്റത്ത് കല്ല് വെച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്തിനാ നബിയേ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുന്നത്? ഒന്ന് പറ നബിയേ. ഈ കാണുന്ന ഉഹദ് മല മുഴുവനും ഞാൻ സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ ഈ മല നടന്നു വരും നബിയേ. അള്ളാന്റെ റസൂല് പറയുന്നു, ജിബ്രീലേ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീല്. എനിക്ക് പാപപ്പെട്ടവനെ പോലെ ജീവിക്കണം. എനിക്ക് പാപപ്പെട്ടവനെ പോലെ ജീവിക്കണം. എനിക്ക് പാപപ്പെട്ടവനെ പോലെ മരിക്കണം. എനിക്ക് നാളെ പാപപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് കൂടണം. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ചലാണ്. അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളോട് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. പക്ഷേ കരച്ചിലിങ്ങനെ കൂടുകയാണ്. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും തന്റെ കൊച്ചുമക്കളെ വീടിനകത്ത് കിടന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടുന്ന് തന്റെ പൊന്നുമകളോട് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാത്തവളായി പോയോ ഫാത്തിമ? ഈ രണ്ട് മക്കള് പട്ടിണി കിടന്ന് കരയുകയോ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വാപ്പ വഴക്ക് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്. തേങ്ങി തേങ്ങി കരയുകയാണ്. ആ കരച്ചിൽ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ ഹൃദയം പിടഞ്ഞു പോയി. തന്റെ പൊന്നുമോളുടെ ചാരത്ത് ചെന്നിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ മോളെ ഈ മക്കൾക്ക് പാല് കൊടുക്കാത്തത്? എന്തേ പൊന്നുമോള്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ. എന്റെ രണ്ട് മക്കള് വിശന്നിട്ട് പാലിന് വേണ്ടി കരഞ്ഞപ്പോ ഞാൻ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. അവര് പാല് ചുരത്തിയിട്ട് പാല് വരാതെ എന്റെ മാറിടത്തിൽ
മരണത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു നബിയേ. അള്ളാന്റെ റസൂലിനോട് തന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, പാലിന് പകരം എന്റെ മാറിടത്തിലൂടെ രക്തം വരികയാണ്. റസൂലുള്ളാഹിന് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് പിഞ്ഞുങ്ങൾ, രണ്ട് പിഞ്ചുമക്കള് താഴെ കിടന്ന് കരയുകയോ. തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയോ. അള്ളാന്റെ റസൂലിന്റെ താടിരോമം നനയുകയാണ്. പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങുകയോ. തലവൊന്നുയർത്തിയത് പോലുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, നടന്ന് ഒരുപാട് ദൂരം അങ്ങ് നടക്കുകയോ. അവസാനം ഒരു ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഒരു അറാബിയായ മനുഷ്യന്റെ ഈന്തപ്പനത്തോട്ടപാട്. ആ അറാബിക്കറിയില്ല ഈ വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നറിയില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മനുഷ്യ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാടുന്ന ഈന്തപ്പന മരങ്ങളുണ്ടല്ലോ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈ മരങ്ങൾ നനച്ച 3 കാരക്ക ഞാൻ കൂലി തരാ. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയം കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് വെള്ളം കോരുകയാ. എന്റെ പ്രിയമുള്ളവര്, വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങളെ നനയ്ക്കുകയാണ്. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി, നാലാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. ആ അറാബി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തിലേക്ക് അടിക്കുകയാ. അള്ളാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. താഴെ വീണുപോയ തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിലേക്ക് വീണുപോയ തൊട്ടിയെടുക്കുകയാ. അള്ളാന്റെ റസൂല് അവസാനം തൊട്ടിയെടുത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ, 3 തൊട്ടി വെള്ളം കോരിയല്ലോ, എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ? അറാബി 9 കാരക്കയെടുത്ത് അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. അള്ളാന്റെ റസൂല് പുഞ്ചിരിക്കുന്ന മുഖത്തോട് 9 കാരക്കയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പ്രവാചകൻ ഓടിച്ചെന്നിട്ട് 2 മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂല് അതാ കാരക്ക പൊളിച്ച് തന്റെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാ. അവരാർത്തിയോടുകൂടി അതിങ്ങനെ കടിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറിടത്തിലൂടെ പാലൊരു പരം രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോളോട് അള്ളാന്റെ റസൂല് വിളിക്കുന്നു, ഫാത്തിമ. ഇന്നാ പൊന്നുമോള് കാരക്കയെടുത്ത് അള്ളാന്റെ റസൂല് കൊടുക്കുമ്പോ ഫാത്തിമ ബീവി നോക്കുമ്പോ വാപ്പയുടെ മുഖം ഇങ്ങനെ ചുമന്നു കിടക്കുകയാ. അള്ളാന്റെ റസൂലിനോട് ഫാത്തിമ ബീവി ചോദിക്കുന്നു, വാപ്പാ, ആരാ നിങ്ങളെ തല്ലിയത്? അങ്ങയുടെ മുഖത്ത് പാട് കാണുന്നല്ലോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ കൊടുത്ത കാരക്ക കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, നോക്കൂ ഫാത്തിമ, നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ ഫാത്തിമ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. അള്ളാന്റെ റസൂല് ഭാര്യമാരോടെല്ലാം പൊരുത്തം ചോദിക്കുകയാ. കൊച്ചുമക്കളോട്, തന്റെ മക്കളോട് എല്ലാവരോടും യാത്ര പറയുകയാണ്. അള്ളാഹുവേ, ആ സമയത്താണ് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഓടി വരുന്നത്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഓടി വരികയോ. തന്റെ പൊന്നുമോള് ഓടി വന്നിട്ട് വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന് കരയുകയാ. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചെവിയിലുണ്ടല്ലോ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്.
ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്ന് കരയുകയാണ്. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും അടുത്ത് വിളിച്ചിട്ടൊരു രഹസ്യം പറയുകയാ. പക്ഷേ ആ സമയത്ത് ഫാത്തിമ വല്ലാതെ ചിരിക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം കടന്നു വന്നു. സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൂടി. അല്ലാഹുവിന്റെ റസൂല് അതാ കിടന്ന കിടപ്പിൽ കടന്നുകൊണ്ട് പറയുന്നു, ആയിഷ കർട്ടനൊന്നു മാറ്റാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കർട്ടൻ മാറ്റുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്, എല്ലാവരുടെ നിസ്കാരവും നോക്കുകയാണ്. അവസാനം അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനെ തിരിച്ചിടാ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തിന്റെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 വീടിനകത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സൈഡിൽ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സൈഡിൽ ഇരുന്ന് കരയുകയോ. പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് റസൂലുള്ള തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുമോ? ആരോ സലാം പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? എന്റെ വാപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും സലാം കേൾക്കുകയാണ്. അപ്പോഴും ഫാത്തിമ ബീവി ഇതുപോലെ വിളിച്ചു പറയുകയാ. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വാതിൽ തുറക്കുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ, ഈ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഉപ്പാ, ഈ നാട്ടുകാരനല്ല ഉപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വാതിൽ തുറക്കു ഫാത്തിമ, വാതിൽ തുറക്കു ഫാത്തിമ. ആരാ കടന്നു വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് ഇസ്രായീൽ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്രായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പേടിച്ചു പോവുകയാ. അസ്രായില് വീടിനകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്രായിലേ എന്നെ കാണാമെന്നതാണോ? എന്നെ കാണാമെന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, അസ്രായിലേ എനിക്കൊരാളെ കാണണം അസ്രായിൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്രായിൽ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഈ അവസാനം ഞാൻ യാത്ര പോകുന്ന സമയത്ത് എന്തേ ജിബ്രീലേ നീ എന്നെ യാത്രയാക്കാൻ വരാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം ജിബ്രീൽ.
എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുമോ ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ്, തന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്ങാട് ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞ അല്ലാഹു അവന് പുറത്തു കൊടുക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീലേ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ, അസ്രായീലേ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ. അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്രായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്രായീൽ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്രായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് താമസമുണ്ടല്ലോ. അസ്രായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, പ്രസവിച്ച് കിടന്ന ചോര കുഞ്ഞിന്റെ റൂഹ് പോല് എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനേക്കാളും മയമായി എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്രായീൽ റൂഹ് പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് തന്റെ ഭർത്താവിന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിയുന്നില്ല. സ്നേഹനിധിയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, ദുആ ചെയ്യണേ ആയിഷ. മരണസമയത്ത് റബ്ബ് നിന്നോട് കരുണ കാണിക്കാതെ നീ ദുആ ചെയ്യണേ ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. ആ സമയത്താണ് ഒരു സഹാബി, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയോ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരുന്നിട്ട് ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. കാരണം ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആ 18 വയസ്സുകാരിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പെങ്ങളെ, മിസ്വാക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയോ. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ച് ചവച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പല്ല് തേച്ച് കഴിഞ്ഞു, അരയുടെ ഭാഗം വരെ റൂഹെത്തി. ആ സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഒരു സഹാബി കടന്നു വരികയാ.
മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തു മകനായ ഉസാമ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ കൈ ചലിക്കുകയാ. പല്ല് തേക്കാൻ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ രണ്ട് കൈയും ഇങ്ങനെ ഉയരുകയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്തിങ്ങനെ പിടിച്ചിട്ട് തന്റെ വളർത്തു മകനായ ഉസാമയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് ഉസാമ. പൊന്നുമോനെ, റബ്ബനോട് കരുണ കാണിക്കാ, അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ, ഒന്ന് ദുആ ചെയ്യ് ഉസാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു പോയെങ്കിലോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ അവസാനമൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഒരു ദിവസം കോടാനുകൂടി അപരാധം ചെയ്യുന്ന എന്റെയും നിന്റെയും അവസ്ഥയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകളെ കാണാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. റബ്ബിനോട് ദുആ ചെയ്യടേ. അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. പടച്ചുറപ്പേ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങളോട് നീ ദയ കാണിക്കണേ അല്ലാ. കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മരിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലോ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാം, ഒന്നാമതായിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മലമൂത്ര വിസർജനം. ഏത് മൃഗത്തെയും അറുത്തിടുമ്പോ എല്ലാ മൃഗങ്ങളും കൈകാലടിച്ചിട്ടാ മരിക്കണേ. കോഴിയാണെങ്കിലും ആടാണെങ്കിലും പോത്താണെങ്കിലും ഏത് ജീവിയെ നമ്മൾ അറുക്കുമ്പോൾ അത് കയ്യും കാലും തലയൊക്കെ ഇട്ട് അടിച്ചിട്ടാ മരിക്കണം. മനുഷ്യൻ മാത്രം അങ്ങനെ അടിക്കാറില്ല. മനുഷ്യൻ മാത്രം മരിക്കണം. അടുത്ത് നിൽക്കുന്നവൻ പോലും അറിയില്ല ഈ മനുഷ്യൻ മരിക്കാന്ന്. എന്തെന്നറിയോ? കയ്യും കാലും ഇട്ട് അടിക്കാത്ത എന്തെന്നറിയോ? അല്ലാഹുവേ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം 500 മലക്കുകൾ. അല്ലാഹുവേ, 250 മലക്കുകൾ വലതു ഭാഗത്ത്, 250 മലക്കുകൾ ഇടതു ഭാഗത്ത്, 500 മലക്കുകൾ റൂഹ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ച് വെച്ചു കൊടുക്കണമെങ്കിൽ എത്ര വേദനയായിരിക്കും. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. സംഘാടകർ ബക്കറ്റ് എടുത്തോ? ബക്കറ്റില്ലേ? ബക്കറ്റ് പിരിവില്ലേ? ഒരു നല്ല സദക്ക. അല്ലാഹുവേ, പടച്ചവനെ, എനിക്കൊരു നല്ല മരണം തരണമെന്നുള്ള ഒറ്റ നിയ്യത്തോടൊരു സദക്ക എല്ലാവരും. ഇത് ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് പിരിവൊന്നും ഇല്ലേ? ഉണ്ടോ? ഇത് പെട്ടെന്ന് എടുത്ത് എല്ലാവരും പോക്കറ്റ് കേട്ടിട്ട് ഒരു നല്ല സദക്ക ഞാൻ നിർത്തുകയാ. ഒരു നല്ല സദക്ക എല്ലാവരും പോക്കറ്റിൽ കൈയിട്. അല്ലാഹു കബൂലാക്കട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമായ അല്ലാഹ്, കരുണയുള്ള അല്ലാഹ്, പടച്ചവനെ, ഈ സദക്ക കൊടുക്കുന്ന എല്ലാവർക്കും നീ ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.
പടച്ചവനെ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മരിക്കുന്ന സമയം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം ഇവിടുന്ന് പോകണം. ഇവിടുന്ന് ഒരു ദിവസം എന്തായാലും പോകണം. ആ പോകുന്ന യാത്ര നന്നാക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണവേദന കുറച്ചു കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ, നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കും. നല്ല മരണം അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകട്ടെ. അല്ലാഹു നൽകട്ടെ. 4 കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ, നമ്മുടെ ശത്രു ഉണ്ടല്ലോ അല്ലേ, നമ്മളിപ്പോ ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ മയ്യത്ത് കാണാൻ വരും. വീടിന്റെ വെളിയിൽ വന്ന് വരിവരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും പറയും, കയ്യിലിരിപ്പ് കൊണ്ട ചെറുപ്രായത്തിലേ പോയി അല്ലേ. ഇവിടെ മയ്യത്ത് കാണാൻ വരുമ്പോ പോലും വീടിന്റെ വെളിയിൽ നിന്ന് നമ്മുടെ ഇറച്ചി തിന്നുന്നവരുണ്ടാവും. മയ്യത്ത് കണ്ടിട്ട് കസേര എടുത്തിട്ടിട്ട് അകത്തൊരു ചെറുപ്പക്കാരന്റെ ജനാസ കിടക്കുന്നു, വീടിന്റെ വെളിയിലിരുന്ന് പച്ച ഇറച്ചി തിന്നുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാ, നീ മരിച്ചെന്ന് കേൾക്കുമ്പോൾ നിന്റെ ശത്രു വരും. അവൻ വന്നിട്ട് വീടിനകത്ത് വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണി ഇങ്ങനെ ഉയർത്തിയിട്ട് അവൻ പോലും അത്ഭുതപ്പെടണം, ഇതെന്താപ്പാ മരണം. ഇറങ്ങി പോകുന്ന സമയത്ത് അവൻ അള്ളാഹിനോട് പറയണം, അല്ലാഹുവേ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ എന്ന് ദുആ ചെയ്യണം. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. 4 കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ മരണം നല്ല മരണമായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്താറായോ? 11 മണിയായ 10:45. ഇൻഷാ അല്ലാഹ് 4 കാര്യമൊന്നും പറയാൻ പറ്റൂല, ഒരെണ്ണമെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? നിർത്താറായ? ദുആ ചെയ്യണോ? സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഇവിടെ വന്നിരിക്കുക. ഇനി ഇതുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ ചങ്ങനാശ്ശേരിക്ക് പോകണം. ഡ്രൈവർമാരൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കും. ഉസ്താദ് ഒരു 4 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്കിക്ക്. 4 പറയും. ഇങ്ങനെയാണേ പറയും. എനിക്കാണെങ്കിൽ നിന്ന് വയല് പറയുന്ന നല്ലത്. ഇരിക്കുമ്പോ എല്ലായിടത്തും വേദന, അവിടെ ഇവിടെയൊക്കെ വേദന. അല്ലാഹ് നമുക്കൊക്കെ പോകാൻ സമയമായി. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. മരണം എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മരിക്കണം. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ മനുഷ്യന്മാരെ? ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഒരു മനുഷ്യൻ വേണ്ട, നിനക്ക് നിന്റെ കാര്യം തന്നെ. ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇല്ല? ഉണ്ടോ? ഇല്ലേ? 3 അടയാളമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ.